ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പിന്നെയും മഗധ സീസൺ 2 അടുത്തൊരു എപ്പിസോഡുമായിട്ട് വന്നിരിക്കുകയാണ്. സോ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ കുറേ ഡയമണ്ട് മൈനിങ്ങിനൊക്കെ പോയായിരുന്നു. അപ്പം അത്യാവശ്യം ഒരു 5 ബ്ലോക്ക് ഡയമണ്ടും കിട്ടി, 5 ബ്ലോക്കിൽ കൂടുതൽ കിട്ടി. സോ ഒരു പിക്കാക്സ് ഉണ്ടാക്കി, പിന്നെ കുറച്ച് എമറാൾഡ് ഗ്രൈൻഡ് ചെയ്തുകൊണ്ടുവന്നു. സോ ഇവിടെ ഉള്ള ട്രേഡിംഗ് ഹാളിലെ എന്താ പറയുക, വില്ലേജറിൻ്റെ നിന്ന് മെൻറ്റിങ്ങും അൺബ്രേക്കിങ്ങും സിൽക്ക് ചൂടെ വാങ്ങിച്ച് വെക്കാമെന്ന് വിചാരിച്ച്. എന്നിട്ട് അടുത്ത മൈനിങ്ങിന് പോയിട്ടാണ് ഈ ഷോപ്പിടാനുള്ള ഡയമണ്ട് എല്ലാം ഉണ്ടാക്കാൻ. സോ നമ്മൾ ഡയമണ്ട് ആർമർ ഒപ്പിക്കുന്നതെന്ന് വെച്ചാൽ വില്ലേജറിൻ്റെ ട്രേഡ് വഴിയായിരിക്കും നമ്മൾ ഡയമണ്ട് ആർമർ ഒപ്പിക്കാൻ പോകുന്നത്. ആൻഡ് വന്നിട്ട് നമുക്ക് കിട്ടുന്ന നമ്മൾ മൈൻ ചെയ്യുന്ന ഡയമണ്ട് എല്ലാം ഉപയോഗിക്കാൻ പോകുന്നത് ഷോപ്പിന് വേണ്ടിയായിരിക്കും. ഓക്കെ, ഷോപ്പ് എത്ര റേറ്റ് ഫിക്സ് ചെയ്യുന്നതെന്ന് പറയാൻ ഒക്കില്ല. സോ നമ്മൾ കുറച്ച് കരുതിയിരിക്കാം. ആൻഡ് ഡയമണ്ട് വില്ലേജറിൻ്റെ അതിൽ ഒപ്പിക്കാം. കുറച്ച് എമറാൾഡ് മാത്രം ഗ്രൈൻഡ് ആക്കിയാൽ മതി. അതിന് 2 മെയ്സിനെ സെറ്റാക്കിയിട്ട് അവിടെ ഒരു ലഷ്കേ ഉണ്ട്. സോ അതിൽ നിന്ന് ക്ലേ എടുത്ത് സെല്ല് ചെയ്തിട്ട് കുറേ എമറാൾഡ് ഒപ്പിക്കാൻ പറ്റും. അങ്ങനെ ഒപ്പിച്ച എമറാൾഡാണ് ഈ 1.5 സ്റ്റാക്ക് എമറാൾഡ്. ഓക്കെ, അപ്പം എപ്പിസോഡിലേക്ക് പോകാം. ഓക്കെ, നമ്മുടെ കയ്യിൽ ബെഡില്ലാഞ്ഞുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി കയറിയിട്ട് വന്നു. കാരണം സെർവറിൽ കിടക്കാൻ വേണ്ടി ഒരു ഫുൾ പ്ലേയേഴ്സിൻ്റെ പെർമിഷൻ വേണം. സോ അതുകൊണ്ട് നമ്മളൊന്ന് ഇറങ്ങിയിട്ട് വന്നു. അപ്പോൾ നമുക്കൊരു അൺബ്രേക്കിംഗ് ട്രീ വേണം, ബുക്ക് വേണം. ബുക്കില്ല. ഓക്കെ, ഒരു 2, 3, 4 ഒരു 2 ബുക്ക് ഷെൽഫ് ഒന്ന് വാങ്ങിച്ചേക്കാം. 9, 18. ഓക്കെ, എന്നിട്ട് അതിവിടെ വെച്ചങ്ങ് പൊട്ടിച്ച്. ഓക്കെ, ബുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊന്ന് വാങ്ങിക്കാം. ഒരു അൺബ്രേക്കിങ്, ഒരു മെൻഡിങ് ഉണ്ട്. ചെറിയൊരു ബഗ്ഗുണ്ട് കേട്ടോ ഇതിൽ. നമുക്ക് അത് കണ്ടാൽ മനസ്സിലാവും. ട്രേഡ് നിൽക്കുമ്പോൾ വേറെ ട്രേഡൊക്കെ വരുന്നത് ചെറിയൊരു സീനാണ്. ഓക്കെ, ഇനി വന്നിട്ട് അധികം ഇല്ല, എന്നാലും ഒരു ഡെഫിഷ്യൻസി വഴി വാങ്ങിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതല്ല വില്ലേജർ മാറിപ്പോകുന്ന കേസ്. ഓക്കെ ഓക്കെ, ഇവനാന്ന് തോന്നുന്നു. ഓക്കെ, മെൻറ്റിങ് ഇപ്പോൾ വാങ്ങിച്ചത്. അങ്ങനെ ചെറിയൊരു ബഗ്ഗുണ്ടേ, അത് കാര്യമാക്കണ്ട. ഒരു സിൽക്ക്. ഓക്കെ, അങ്ങനെ ഒരു ഗോൾഡ്ലി പിക്കാക്സ് റെഡി ആക്കിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് മൈനിങ്ങിന് പോകണം. അതാണ് അടുത്ത ചടങ്ങ്. സോ നമുക്ക് എവിടെ പോവും? ഇവിടെ ഒന്നും പറ്റത്തില്ല. നമുക്ക് അയൺ മൈൻ ചെയ്തിടത്തേക്ക് പോകാം. ഓക്കെ, നമുക്കങ്ങനെ അധികം ബേസ് പ്ലാൻ ഒന്നും ഇല്ല. എന്നാലും എന്തായാലും നമ്മുടെ ഐറ്റംസൊക്കെ സ്റ്റോർ ചെയ്യാനൊരു തട്ടിക്കൂട്ട് ബേസ് എങ്ങനെയൊക്കെ പണിയണം. പിന്നെ നമ്മുടെ ബേസ് പ്ലാനൊക്കെ എന്താണെന്ന് വെച്ചാൽ, ഒരു ബേസ് ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്. സോ അതെന്തായാലും ഞാൻ പോകെ റിവീൽ ചെയ്യാം. ഓക്കെ, അത്യാവശ്യം ഒരു കാസ്റ്റൽ ടൈപ്പാണ്. എന്തായാലും ഞാൻ അടുത്ത എപ്പിസോഡിലോ അല്ലെങ്കിൽ വരുന്ന എപ്പിസോഡുകളിൽ ആയിട്ട് അറിയിക്കാം. ഓക്കെ, നമ്മൾ അവിടെ ആയിട്ട് അയണിന് പോയായിരുന്നു, അവിടെയും പോയായിരുന്നു. സോ നമുക്ക് അവിടെ പോയി നോക്കി നോക്കാം. അവിടെ നമ്മൾ അധികം നിന്നില്ല. അവിടെ വലിയൊരു കേവ് ഉണ്ടോണ്ട് നമ്മൾ തിരിച്ചിങ്ങ് വന്നായിരുന്നേ. അയ്യോ, ചെറിയ പണി കിട്ടും ഗൈസ്. കോളില്ല. ഓക്കെ, ഒരു സ്റ്റാക്ക് അടുപ്പിച്ച് ഇത് കിട്ടിയിട്ടുണ്ട്, ടോർച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് തൽക്കാലത്തേക്ക് മതിയാവും. ഓക്കെ ഓക്കെ, ഷീൽഡൊക്കെ പാതിയായി ഡ്യൂറബിലിറ്റി. ഇപ്പോൾ ആയിരുന്നല്ലോ കേവ്.
ഓക്കെ, ഇത് ആ കാണുന്നതാണ് കേവ്. വൺസ് മോർ ജസ്റ്റ് മിസ്. നമുക്കൊരു ചെസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഐറ്റംസ് എല്ലാം വെച്ചിട്ട് ഹൈഡാക്കിയിട്ട് നമുക്ക് താഴെ മൈനിങ്ങിന് വേണ്ടി പോവാം. ഓക്കെ അപ്പോൾ നമ്മൾ കുറച്ച് വുഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെസ്റ്റ് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ഐറ്റംസ് എല്ലാം ഹൈഡാക്കി വെച്ചിട്ട് നമുക്ക് സേഫായിട്ട് അങ്ങോട്ട് ഇറങ്ങാം. പോയാലും അധികമൊന്നും പോകാൻ പാടില്ലല്ലോ. അല്ല, നമ്മളിവിടെ വന്നിരുന്നു. ഓക്കെ, ഇവിടെ നിന്നാണ് നമ്മൾ അയണെല്ലാം മൈൻ ചെയ്തെടുത്തത്. നമ്മൾ വെച്ച ബ്ലോക്കെല്ലാം ഉണ്ട്. സോ നമുക്ക് ഇപ്പോഴത്തെ എൻ്റെ താപ്പോട്ട് വലിയ കേവാണ്. സോ അങ്ങോട്ടൊക്കെ പോയിട്ട് നമുക്ക് ഡയമണ്ട് തപ്പണം. ആദ്യം തന്നെ ഇതെല്ലാം ഒന്ന് അടുക്കി വെക്കട്ടെ. നമ്മളങ്ങനെ 2 ചെസ്റ്റ് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഐറ്റംസ് എല്ലാം അതിനകത്ത് കയറ്റി വെക്കുക. അങ്ങോട്ട് മൈനിങ്ങിന് പോവുക. ഓക്കെ, അപ്പോൾ ഞാൻ സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഞാൻ പിന്നെ ഒരു ടൈം ലാപ്സ് എന്ന് പറയാൻ പോലും, എന്നാലും ഡയമണ്ട് കാണുമ്പോൾ അത് മൈൻ ചെയ്യുന്നത് സ്പീഡ് കൂട്ടിയിട്ടിടാം. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇതാണ്ട് ഇവിടെ കണ്ട ഇതിനേക്കാട്ടിലും ബെറ്റർ ആൻഡ് സേഫർ ഓപ്ഷൻ ആയിരിക്കും ഇതുവഴി പോകുന്നത്. ഇതുവഴി കുഴിച്ച് നമുക്ക് താപ്പോട്ട് പോയിട്ട് ഒന്നെങ്കിൽ മൈനസിൽ പോയിട്ട് നമുക്ക് സ്റ്റെപ്പ് മൈൻ ചെയ്യാം, ഇല്ലെങ്കിൽ കേവ് കിട്ടുവാണെങ്കിൽ കേവിൽ പോയിട്ട് നമുക്ക് അവിടെ എല്ലാം ഉണ്ടെങ്കിൽ മൈൻ ചെയ്തെടുത്തോണ്ട് വരാം. ഓക്കെ പൊന്നോ, ഇപ്പം ചത്തേനെ. പാടിയായില്ല. ഓക്കെ, നമുക്ക് 2 ബ്ലോക്ക് വെച്ചിട്ട് അങ്ങ് മൈൻ ചെയ്തു പോകാം. കാരണം ഹെൽത്തായിട്ട് അങ്ങോട്ട് നമ്മളൊരു മണ്ടത്തരം കാണിച്ച് കേസ് ഡോർ എടുത്തോണ്ടൊന്നുമില്ല. ഇതിൽ അങ്ങനെ എൻ്റെ ഫീച്ചർ ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, അവിടെ ഉള്ള അതിൻ്റെ ആയിട്ടങ്ങ് പോവാം. നമുക്ക് ഇവിടുന്ന് താപ്പോട്ട് മൈൻ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇത് ഓക്കെ, ഇപ്പം മൈനിങ് തുടരൂ. ഡീപ്പ് സ്ലേറ്റ് പൊട്ടാൻ നല്ല താമസമാണ് ഗൈസ്. നമ്മളിപ്പോൾ ചാവും തോന്നുന്നു. രാവിലെ ഓക്കെ, ചത്തില്ല. ഇത് ഞാൻ ഇതൊക്കെ ഒരു ടൈം ലാപ്സ് പോലെ അല്ലെങ്കിൽ സ്പീഡ് കൂട്ടി ഞാൻ ഇടാം. ഓക്കെ, നമ്മൾ ലാവ കാണുന്നു. ഐ തിങ്ക് ഇവിടെ വെള്ളമുണ്ട്. നമുക്കെന്നെ താപ്പോട്ട് പോയേ പറ്റത്തുള്ളൂ. മിക്കവാറും വലിയൊരു കേവ് ആകാൻ ചാൻസ് ഉണ്ട്. കണ്ടിട്ട് ലാവ പോളൊക്കെ കണ്ടിട്ട് അവിടെ വെള്ളമുണ്ട്. കറക്റ്റ് അതിലോട്ട് ചാടിയാൽ മതി. ഒരു ഭാഗ്യപരീക്ഷണം നടത്താം. ഓക്കെ, ഇനി ഇവിടെ എല്ലാം ഒന്ന് ടോർച്ച് വെച്ചിട്ട് നമുക്ക് ഡയമണ്ട് കണ്ടുപിടിക്കാൻ നടക്കാം. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ. അല്ലെങ്കിൽ നമ്മൾ പെട്ടിയാവുന്നതായിരിക്കും വളരെയധികം വേഗത്തിൽ. വേണ്ട, അവിടെ ഒരു വിച്ച് ചമ്മച്ചിയെ പേടിക്കണം. മൂഞ്ചി എറിഞ്ഞ്.
സങ്കടം വരുന്നുണ്ടോ? വിഷമം വിഷമാവൂലോ?